തൊഴിലാളി സംഘടനകൾക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. അവരുടെ സമരാവകാശത്തെ ഞാൻ നിഷേധിക്കുന്നില്ല. ഇന്നലെ എന്നെ KC-ക്കാർ എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കരിങ്കൊടി കാണിച്ചല്ലോ. ഞാൻ 10 മിനിറ്റോടെ നിന്നല്ലോ. അവർ സമരം മുദ്രാവാക്യം വിളിച്ച് തളർന്ന് പോയതിന് ശേഷമാണല്ലോ ഞാൻ അവിടെ നിന്ന് പോയത്. അപ്പോൾ അതുകൊണ്ട് സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ. അത് ചെയ്തോട്ടെ. സമരം ചെയ്ത് ഇത്രയും ദിവസമൊക്കെ സമരം ചെയ്യാക്കി ഇരിക്കുന്നവരല്ലേ ഒന്ന് സമരമൊക്കെ ചെയ്തൊന്ന് ഉഷാറായി വരട്ടെന്ന്. ഞാൻ പറഞ്ഞല്ലോ, അതിൽ കുറവെന്ന സീറ്റിൻ്റെ എണ്ണം പറഞ്ഞല്ലോ. വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ട് ഉത്തരം മാറില്ലല്ലോ. ഞാനൊരു കണക്ക് പറഞ്ഞല്ലോ, മന്ത്രി എന്നുള്ള നിയമസഭയിൽ പറഞ്ഞ കണക്ക് പറഞ്ഞല്ലോ. അതെന്താ നിങ്ങൾക്ക് വിശ്വസിക്കാൻ വയ്യാത്തത്? അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചുള്ള ഒരു കണക്ക് പറ. അപ്പോൾ അതിൽ ഇനി ആവശ്യമുള്ള സീറ്റുകളുടെ എണ്ണവും പറഞ്ഞല്ലോ. അത് വിദ്യാർത്ഥി സംഘടനയുമായിട്ട് ചർച്ച ചെയ്ത് ആ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് പറഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു ചർച്ചയും ചോദ്യത്തിന് എന്നിട്ട് വിദ്യാർത്ഥി സംഘടനയ്ക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. തൊഴിലാളി സംഘടനകൾക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. അവരുടെ സമരാവകാശത്തെ ഞാൻ നിഷേധിക്കുന്നില്ല. ഇന്നലെ എന്നെ KC-ക്കാർ എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കരിങ്കൊടി കാണിച്ചല്ലോ. ഞാൻ 10 മിനിറ്റോടെ നിന്നല്ലോ. അവർ സമരം മുദ്രാവാക്യം വിളിച്ച് തളർന്ന് പോയതിന് ശേഷമാണല്ലോ ഞാൻ അവിടെ നിന്ന് പോയത്. അപ്പോൾ അതുകൊണ്ട് സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ. അത് ചെയ്തോട്ടെ. സമരം ചെയ്ത് ഇത്രയും ദിവസമൊക്കെ സമരം ചെയ്യാക്കി ഇരിക്കുന്നവരല്ലേ ഒന്ന് സമരമൊക്കെ ചെയ്തൊന്ന് ഉഷാറായി വരട്ടെന്ന്. നിങ്ങൾക്കിപ്പോൾ എന്താണ് അറിയേണ്ടതെന്ന് കുറച്ചുകൂടെ തെളിച്ച് പറഞ്ഞാൽ ഞാൻ പറയാം. ഷീറ്റിൻ്റെ ക്ഷാമം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൽ ഇനിയിപ്പോൾ എന്താ ഞാൻ പറയേണ്ടത്? അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. എൻ്റെ അനിയ ഞാൻ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞല്ലോ.